രണ്ടാമത് ഇടപെടുകയാണ് ശ്രീ ബൈജു തിട്ടാല. ഇപ്പോൾ ശ്രീ ശ്രീജിത് പണിക്കരുമുണ്ട്. ശ്രീജിത് പണിക്കർ, ബൈജു തിട്ടാല ഇവിടെ പറഞ്ഞു വന്നിരുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെട്ടപ്പോൾ, അതായത് ഇറാനുമേൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ അപലപിച്ചില്ല എന്നാണ്. ഇപ്പോൾ ഏറെ വൈകി ഖമനയുടെ വധത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിക്രം മിശ്രി ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിൽ പോയി, ഇറാൻ എംബസിയിൽ പോയി അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തെ അപലപിച്ചില്ല എന്നുള്ളതാണ് ബൈജു തിട്ടാല വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം. ശ്രീജിത് പണിക്കർ. അല്ല, അത് രാജ്യത്തിന്റെ താല്പര്യമാണ് ഇന്ത്യ അതിനെ അപലപിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപലപിക്കാതിരിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പരമാധികാരത്തിനെ ലംഘിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇൻസിഡന്റ് എല്ലാം കൂടി ഫെബ്രുവരി 28 ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം. അതിന് മുമ്പിലേക്ക് കുറേ ചരിത്രമുണ്ട്. അത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ചരിത്രമുണ്ട്. ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ള ആൾക്കാരുടെയും എല്ലാം എല്ലാ തരത്തിലുള്ള അവരുടെ ട്രെയിനിങ് ഉൾപ്പെടെ, അവരുടെ ആയുധം ഉൾപ്പെടെ, അവർക്ക് പണം ഉൾപ്പെടെ, ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്ന ചരിത്രമുണ്ട്. അവരെ ഇറാനിൽ കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ചരിത്രമുണ്ട്. അപ്പോൾ ഇതൊന്നും 2026 ഫെബ്രുവരി 28 തുടങ്ങിയിരിക്കുന്നതല്ല. ഈ പ്രോക്സി വാർ നടത്തുന്നതിലൂടെ ഇറാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രോക്സി വാർ നടത്തുന്നത് വഴി ഇസ്രായേലിന്റെ പരമാധികാരത്തിനെയാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യ റഫറി കളിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഇന്ത്യക്ക് അത്യാവശ്യം നല്ല ബന്ധമാണ് അമേരിക്കയുമായിട്ടുള്ളത്, ഇസ്രായേലുമായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഇല്ല എങ്കിലും കൾച്ചറൽ ടൈസ് കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ട്രേഡിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇറാൻ ഇപ്പോഴൊന്നും അങ്ങനെയല്ല, നേരത്തെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ടോപ്പ് 50-60 പോലും ഇറാൻ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. തന്നെയുമല്ല, ഇറാൻ മറ്റുള്ള പല രാജ്യങ്ങളുടെയും പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ US-ന്റെ ബേസ് ഉള്ളത് കൊണ്ടാണ് ചില രാജ്യങ്ങളെ ആക്രമിച്ചത് എന്നൊരു ന്യായം പറഞ്ഞാൽ പോലും ഒമാനെ എന്തിനാ ആക്രമിച്ചത്? ഒമാൻ ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇറാന് വേണ്ടി സംസാരിക്കുന്ന ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഒമാൻ. അവിടെ അമേരിക്കയുടെ ഒരു ബേസുമില്ല. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് അവർ ഒമാനെ കൂടി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാരവിടെ പ്രവാസികളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കൺസേൺ ആണ്. പ്രൈമറിലി ആ യുദ്ധരംഗത്ത് ഇല്ലാത്ത മറ്റ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സിറ്റിസൺസിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആയതുകൊണ്ട് തന്നെ ബാക്ക് ചാനൽ ഡിപ്ലോമസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഇന്ത്യ ഇടപെടേണ്ടുന്ന റഫറി ഒന്നുമല്ല ഇന്ത്യ. അങ്ങനെയുള്ള ഒരു മോറൽ കോമ്പസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിലോ ഒന്നും ഒരിക്കലും ഇല്ലതാനും. കാരണം ഓരോ രാജ്യവും അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ്? പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? UN ഏതെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമാണോ? ഈ കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലുകളുണ്ട്, അവിടെ പോയി അപ്രൂവൽ മേടിച്ചിട്ടാണോ ഇന്ത്യ അറ്റാക്ക് ചെയ്തത്? അല്ല. പാകിസ്ഥാന്റെ മണ്ണിൽ പോയി അവിടുത്തെ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അതേസമയം പഹൽഗാമിലേക്ക് വന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നതിനപ്പുറത്തേക്ക് പാക് മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അതായത് പാകിസ്ഥാൻ ഗവൺമെന്റിൻ്റെതെന്ന് ഡയറക്ട്ലി പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ടെററിസ്റ്റുകൾക്കുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ട് അവിടെ ഉണ്ട്. അതിന് ആ രാജ്യം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവരുടെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ല എന്നാണ് പറയുന്നത്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലായിരുന്നു? അന്നുണ്ടായിരുന്ന വെസ്റ്റ് പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടല്ല ഇന്ത്യ പോയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയും ചെയ്യേണ്ടുന്ന സമയത്തൊക്കെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മോറൽ കോമ്പസും കൊണ്ടൊന്നും ഇരിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയൊന്നും അല്ല ഇന്ത്യൻ ഗവൺമെന്റ്. അത് പല ഘട്ടങ്ങളിലായി നമ്മൾ ആ രീതിയിലത്തേക്കുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മളിവിടെ ഈ അറ്റാക്കിനെയോ അല്ലെങ്കിൽ ഖമനയുടെ വധത്തിനെയോ ഒന്നും അപലപിച്ചിട്ടൊന്നുമില്ല. നമ്മളവിടെ ആകെ ചെയ്തിരിക്കുന്നത് ഒരു അനുശോചന സന്ദേശം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ കസ്റ്റോഡിയനോ ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാരനോ ഒന്നുമല്ല ആയത്തുള്ള ഖമനി. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സിംഗിൾ എൻറ്റിറ്റി ഇല്ലാത്ത വിഭാഗവുമാണ് ഷിയ. നിരവധി ആത്മീയ ആചാര്യന്മാർ അവർക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഷിയ വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യൻ എന്ന് പറയുന്നത് പോലും അദ്ദേഹമല്ല. അപ്പൊ ആ രീതിയിലത്തേക്കൊന്നും തന്നെ ഒരു തരത്തിലും നമ്മളിവിടെ ആരെയും സംരക്ഷിക്കേണ്ടുന്ന കാര്യമില്ല. തന്നെയുമല്ല, ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ, ഇന്ത്യയും ഇറാനും തമ്മിൽ ഉള്ള ഒരു ബയലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് $1.5 ബില്യൺ ആണ് എങ്കിൽ
UAE-യുമായിട്ടുള്ളത് ഏതാണ്ട് 100 ബില്യൺ അടുത്താണ്. അപ്പൊ എത്രത്തോളം പ്രാധാന്യം നമ്മൾ UAE എന്നുള്ള സർക്കാരിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ശരി, ഇവിടെ ശ്രീ വളരെ ബൈജു തിട്ടാല cautious ഒരു ആയിട്ടാണ് നമ്മൾ അനുശോചനത്തിന് അപ്പുറത്തേക്ക്, പ്രതികരിച്ചിരിക്കുന്നത് പരമാവധി ഒരു അനുശോചനത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അത് ശ്രീജിത് പണിക്കർ അത് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം അതാണ്, അതിനനുസരിച്ച് ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് താങ്കളുടെ മറുപടി. അതില് ഇപ്പം ശ്രീജിത്ത് പറയുന്നത് എല്ലാ സാഹചര്യം ഇപ്പം ഈ ഇറാനുമായുള്ള പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളെ പറ്റി പറയുന്നത് അത് ശ്രീജിത്തെ അത് നമ്മൾ സെൽഫ് ഡിഫൻസിന് ചെയ്യുന്നതാണ്. അത് അത് അലൗഡ് ആണ്. അതായത് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രതിരോധിക്കുന്നതിനാണ്. ഒരു രാജ്യത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞത് അത് ഒഫൻസ് ആണ്. അല്ല ശ്രീജിത്തെ, ഓപ്പറേഷൻ സിന്ദൂർ ഡിഫൻസ് അല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒഫൻസ് ആണ്. ഇന്ത്യൻ മിലിറ്ററി സർക്കിളുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് അറ്റാക്ക് ആണ്, ഡിഫൻസ് അല്ല. അല്ല നമ്മളെ അങ്ങനെ ശ്രീജിത്തെ പ്ലീസ് ഡോണ്ട് മിസ്കൺസീവ്. അതായത് വെറുതെ തർക്കിക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്, ഒഫൻസ് ആണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. അല്ലല്ല, ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു എന്നുള്ളതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് മൂവ് ആണ്, ഡിഫൻസ് അല്ല. അല്ലല്ല, അതായത് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലും ബൈജു തിട്ടാല ഭീകരവാദികളുടെ ലോഞ്ചിങ് പാടുകൾ തകർക്കുകയായിരുന്നു, അറ്റാക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബൈജു തിട്ടാല ഇസ്രായേൽ പറയുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണം കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണിത്. എന്താ വ്യത്യാസം? അങ്ങനെ അത് ഈ 12 days വാറിൽ അത് കംപ്ലീറ്റ് തീർത്തു എന്നാ പറഞ്ഞത്. അതായത് 12 days വാറിൽ അവരുടെ അവരുടെ ഈ ന്യൂക്ലിയർ ബോംബിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള യുറേനിയം ഒബ്ലിറ്റേറ്റ് ചെയ്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് IAEA പരിശോധനയ്ക്ക് അലോ ചെയ്തോ? അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെഗോഷിയേഷൻ നടക്കുകയാണ് ശ്രീജിത്തെ. അല്ലല്ല, തെറ്റ്. കഴിഞ്ഞ 8 മാസമായിട്ട് നെഗോസിയേഷൻ നടക്കുകയല്ല. താങ്കൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത് കേക്കൂ, തെറ്റ് പറയരുത്, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത്, അവിടെ നടന്നിരിക്കുന്നതിന്റെ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ ഈ സമയത്ത് ഇന്ത്യ ഗവേണൻസ് കൗൺസിലിൽ ഉള്ളപ്പോ ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഗവേണൻസ് കൗൺസിലിൽ അംഗമായിട്ടുള്ള ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശ്രീ ബൈജു? അല്ല, ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താ? അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് ആണവോർജ്ജ ലീക്ക് ഉണ്ടെങ്കിൽ അത് നോക്കണം. അതിന് പരിശോധകരെ അനുവദിക്കണം. ഇന്ത്യ വോട്ട് ചെയ്തതാണല്ലോ. ശരി ബൈജു, ഇന്ത്യ വോട്ട് ചെയ്തതാണല്ലോ. അതെന്താ അറിയത്തില്ല? ഇന്ത്യയുടെ പൊസിഷൻ നോക്കിയാൽ പോരെ. ഇന്ത്യ എവിടെയാ വോട്ട് ചെയ്തത്? ഇന്ത്യ വോട്ട് ചെയ്തത് UN-ല്. IAEA UN ആണെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? IAEA-യുടെ വോട്ടിംഗ് ആണ്. IAEA അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ വോട്ടിംഗിൽ ഇന്ത്യ ഗവേണൻസ് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമുള്ള അവിടെ ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ മേഖലയിൽ അത് എത്രത്തോളം അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ ബാധിച്ചിട്ടുണ്ട്, മേഖലയിൽ ഏതെങ്കിലും ത്രെട്ട് ഉണ്ടോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ഇറാൻ വില്ലിംഗ് ആകണമെന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഗവേണൻസ് കൗൺസിലിലെ അംഗമാണ് ഇന്ത്യ. അപ്പൊ പിന്നെ ഇന്ത്യ എന്താ ഇത്രയും നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? കഴിഞ്ഞ ആഴ്ച ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് 10 ബോംബ് ഉണ്ടാക്കാനുള്ള മറുപടി പറയും. ശ്രീ ബൈജു മറുപടി പറഞ്ഞോളൂ. ഓക്കെ, അതായത് ശ്രീജിത്ത് ഈ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ഈ ഏത് സമയത്താണ് ഈ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യുന്നത്? ഒമാന്റെ നേതൃത്വത്തിൽ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ ഡയലോഗ് ഇത് വിയന്നയിൽ നടക്കുകയും ഈ ആഴ്ച ബിഗിനിങ് ഓഫ് ദിസ് വീക്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ചർച്ച നടക്കുന്ന സമയത്താണ് ഈ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അവിടെ സിഗ്നിറ്ററി ആണ്. അവിടെ അത് കഴിഞ്ഞാണ് സുഹൃത്തെ അവരുടെ നേതൃത്വം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ലീഗലായി ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആ ലീഗൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു നെഗോഷിയേഷൻ നടക്കുന്നത്. ആ സമയത്താണ് ആ നെഗോഷിയേഷൻ, അതായത് ഇന്നിപ്പോ ഞാൻ ഇറാനിൽ ഒരു ബ്രിട്ടീഷുകാരൻ റെസ്പോണ്ട് ചെയ്ത കണ്ടാണ്, യാതൊരു വാണിങ്ങോ മുന്നറിയിപ്പോ ഒന്നും കൊടുക്കുക ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ കയറി അടിക്കുകയാണ് ചെയ്തത്. അത് അഗ്രഷൻ അല്ലേ? ശ്രീ ബൈജു പറഞ്ഞത് കേട്ടാ തോന്നുന്നു ഇത് അന്നേരമാണ് തുടങ്ങിയെന്ന്. ഈ 20 കൊല്ലം മുമ്പ് തന്നെ ഇത് ഇത്ര എത്തിയിട്ടുണ്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞു തന്നെ. 2005, 2006, 2009 തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പിന്നെ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് 20 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് പോലെ വാണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് അടിച്ചതെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ അടിക്കാതിരുന്ന അവരുടെ ഭാഗ്യം. എന്താണ് സീത ഈ പറയുന്നത്? അല്ലെങ്കിൽ അമേരിക്കയിൽ അടിക്കും എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഒരു സിസ്റ്റത്തില് കൃത്യമായ ലോ ഫോളോ ചെയ്ത് മാത്രം. നിങ്ങൾക്കറിയോ ആ ലോ ഇറാൻ ഫോളോ ചെയ്തില്ലല്ലോ സാറേ. NPT സിഗ്നറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് 60% യുറേനിയം എൻട്രി ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, ഒരു സെക്കൻഡ് ഇസ്രായേലിന് മാത്രമായിട്ട് ഒരു റൂൾ ഉണ്ടോ? അല്ലല്ല ശ്രീ ബൈജു, ഇസ്രായേലും അമേരിക്കയും മാത്രം റൂൾ ഫോളോ ചെയ്യണം, ഇറാൻ ഫോളോ ചെയ്യണ്ട. അതെവിടുത്തെ നിയമമാണ്? ഇസ്രായേലും ഇറാനും അല്ലല്ല അങ്ങനെ പറയല്ലേ, ഇസ്രായേലും അമേരിക്കയും റൂൾ ഫോളോ ചെയ്യണം. മഞ്ജുഷ എന്ത് ലോയാണ്? ഇസ്രായേലും അമേരിക്കയും അന്താരാഷ്ട്ര നിയമങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇറാന് വേണ്ട. അതെന്താ? NPT സൈൻ ചെയ്യുമ്പോൾ 5% മുകളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം പറ്റില്ല ഇറാന്. എന്നിട്ടും അവര് ചെയ്തോട്ടെ എന്ന്. അവര് വയലേറ്റ് ചെയ്യുന്നതിന് ബൈജുവിന് പ്രശ്നമില്ല. അല്ലല്ല, നിങ്ങളാണ് മിസ്ലീഡ് ചെയ്യുന്നത് ശ്രീ ബൈജു, താങ്കളാണ് മിസ്ലീഡ് ചെയ്യുന്നത്. കാരണം താങ്കൾ ഈ പറഞ്ഞ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, ഒറ്റ ചോദ്യം എന്ന് കേൾക്കൂ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയും ബാധകമാണ് എന്ന് പറയുമ്പോൾ ഈ റൂൾ ഓഫ് ലോ എന്താ ഇറാന് ബാധകമല്ലാത്തത്? NPT പ്രകാരം കേൾക്കൂ, NPT പ്രകാരം സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ മാത്രമേ നടത്താവൂ എന്നിരിക്കെ അതിന് 5% താഴെ മാത്രം യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് മതി എന്നിരിക്കെ അവർ 60% മുകളിൽ കൊണ്ടുപോകുമ്പോ 20 കൊല്ലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചേട്ടാ ഇതൊന്ന് നിർത്ത, ചേട്ടാ ഇതൊന്ന്. അതിന് റൂൾ ഓഫ് ലോ വേണ്ട, ഇറാന് റൂൾ ഓഫ് ലോ വേണ്ട, കൊണ്ടുപോയതുകൊണ്ടാണ് ഈ ആക്രമണം വേണ്ടി വന്നത് എന്നാണ് ശ്രീ ബൈജു മറുപടി. വർഷങ്ങളായിട്ട് പ്രധാന കാര്യമാണ്, പല വാണിംഗുകളും ഉണ്ടായി, പക്ഷേ അവർ തയ്യാറായില്ല അതിൽ നിന്ന് പിന്മാറാൻ. ശരി ബൈജു, അതിനുള്ള മറുപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.